ടീച്ചർ പറഞ്ഞു ഇതിനൊരു ഫീസുണ്ട്, പേയ്മെൻ്റ് ഉണ്ട്, രജിസ്ട്രേഷന് ഫീസുണ്ട്. 2 ഘട്ടമായിട്ടാണ് ആ ഫീസ് അടയ്ക്കേണ്ടത്. 3500 രൂപയാണ് ഫീസ്. അവിടെ എത്തി നമുക്ക് വേണ്ടി ഒന്നും അവർ ചെയ്തു തന്നിട്ടുണ്ടായില്ല. ഒരൊറ്റ വോളണ്ടിയേഴ്സ് എവിടെയില്ല. ഒരു മനുഷ്യൻ ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഒരു സംവിധാനവും ഏർപ്പെടുത്തിയില്ല. ഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്കൂള് ടീച്ചർ അറേഞ്ച് ചെയ്യായിരുന്നു. ആ സ്കൂള് നമുക്ക് 4 റൂം തുറന്നു തന്നു. അതിന് ഒരു എക്സ്ട്രാ പേയ്മെന്റ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്കൂളിന് 25,000 രൂപയാണ് അവർ വാങ്ങിയത്. ഞാനത് മിസ് ചെയ്ത് പോയ സ്ഥലത്ത് നിന്ന് എവിടേക്കാ പോകണമെന്ന് അറിയില്ല. ഒരു കുട്ടിയായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എനിക്ക് ആ ഫോൺ നമ്പർ അറിയാൻ പാടില്ലായിരുന്നു, കാണാൻ അറിയാൻ പാടില്ല. ഞാൻ ഒരിക്കലും ഒരു കണ്ടുപിടിക്കൂല. ആരെടുത്ത് പോയി പറയും? ശരിക്കും പറഞ്ഞാൽ ജീവനോടെ രക്ഷപ്പെട്ട് വന്നത് എന്തോ ഭാഗ്യമുള്ളത് കൊണ്ടാണ്. അതിനകത്ത് പോയ ആളുകൾക്ക് ഒരു അപകടം ഉണ്ടാകാതെ വന്നത് അവർക്കെന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രം. നമസ്കാരം. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇക്കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടത്തിയ മെഗാ നൃത്ത പരിപാടി വലിയ വിവാദമായിരിക്കുകയാണ്. കാരണം അവിടെ നടത്തിയ സംഘാടന പ്രവർത്തനവും മറ്റ് സുരക്ഷയുമെല്ലാം തന്നെ അത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ ഈ ഒരു പരിപാടിക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത തിരുവനന്തപുരം സ്വദേശിയും അതുകൂടാതെ അധ്യാപികയുമായ സോണിയ മാഡം ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ടീച്ചർ ഈ മെഗാ നൃത്ത പരിപാടിക്ക് പങ്കെടുത്ത ഒരാളാണ്. എങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത്? എങ്ങനെയായിരുന്നു? ഞാനൊരു ഡാൻസ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡാൻസ് സ്കൂളിലെ ടീച്ചറാണ് നമ്മളോട് ഇങ്ങനൊരു നൃത്ത പരിപാടി ഉണ്ട്, ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ ഗിന്നസ് റെക്കോർഡ് എതിരെ കേരളം നടത്തുന്നൊരു ശ്രമമാണ്. അപ്പോൾ അതിനകത്ത് മാക്സിമം ആളുകളെ പങ്കെടുപ്പിച്ച് ഗിന്നസ് റെക്കോർഡ് റെക്കോർഡ് ഭേദിക്കണം, താല്പര്യമുള്ളവർക്കെല്ലാം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ടീച്ചർ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇങ്ങനൊരു പുതിയ പ്രോഗ്രാം വന്നു. അപ്പം നമ്മൾ എല്ലാവരും പെർഫോം ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതിനൊരു ഫീസുണ്ട്, പേയ്മെൻ്റ് ഉണ്ട്, രജിസ്ട്രേഷന് ഫീസുണ്ട്. 2 ഘട്ടമായിട്ടാണ് ആ ഫീസ് അടയ്ക്കേണ്ടത്. 3500 രൂപയാണ് ഫീസ്. പിന്നെ നമുക്ക് 3500 രൂപ ഒറ്റത്തവണയാണോ അല്ലെങ്കിൽ? അല്ല, 2 ഘട്ടമായിട്ടാണ് 3500 രൂപ കൊടുക്കേണ്ടി വന്നത്. ആദ്യം 1900-ഉം രണ്ടാമത് അത് ആദ്യ ഘട്ടത്തിൽ തന്നെ കൊടുക്കേണ്ടി വന്നു. കുറേ നാളുകൾ കഴിഞ്ഞിട്ട് കുറച്ചൊരു 2-3 മാസം മുമ്പാണ് ബാക്കി 1600 രൂപ അടച്ചത്. അപ്പം സെക്കൻഡ് ഗഡു കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് പെർഫോം ചെയ്യാനുള്ള സാരി. അപ്പം നമുക്ക് ആദ്യമേ പറഞ്ഞിരുന്നത് ഈ ഒരു സാരിയും കൂടെ ഇതിൻ്റെ കൂടെ ഈ കൊടുക്കുന്ന ഫീസിനോടൊപ്പം സാരിയും ലഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമുക്കൊരു മാസം മുമ്പാണ് സാരി കിട്ടിയത്. അപ്പം ആ 3500 2 ഘട്ടമായിട്ട് നമ്മൾ കൊടുത്തു. ആദ്യം ഒരു ഡാൻസ് ഇങ്ങനെ അയച്ചു തന്നു, ഡാൻസ് വീഡിയോ അയച്ചു തന്നു. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. കുറേ പ്രാക്ടീസ് ചെയ്ത് ഏതാണ്ട് തീരാറാവുമ്പോഴേക്കും പുതിയൊരു വീഡിയോ വന്നു. അവിടെ വെച്ചിട്ട് ദിവ്യ ഉണ്ണിയുടെ വീഡിയോ ആണ് കിട്ടിയത്. അത് വെച്ചിട്ട് നമ്മൾ ആ ഡാൻസ് പഠിക്കുകയായിരുന്നു. ഫീസിനെ കുറിച്ച് ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇത്ര ഫീസ് അടയ്ക്കണം എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു? 3500 രൂപയാണ് ഫീസ് എന്ന് പറഞ്ഞിരുന്നു. ആദ്യമേ തന്നെ നമ്മളോട് വിവരം പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു 3500 രൂപയാണ് ഫീസ് എന്ന്. ഈ ഫീസ് എങ്ങോട്ടാ പോകുന്നത്, ആരിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലായിരുന്നു ഒന്നോ? ഇത് സംഘടിപ്പിക്കുന്ന ആളുകളിലേക്കാണ്. അത് ആരാണെന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും ആക്ച്വലി നമ്മൾ അന്വേഷിച്ചിട്ടും ഇല്ലായിരുന്നു. ടീച്ചർ പറഞ്ഞു ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകരുണ്ട്, അവരിലേക്കാണ് ഈ ഫീസ് പോകുന്നത്. ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസാണ്, ഗിന്നസ് റെക്കോർഡിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസാണ്. അപ്പം എല്ലാ നൃത്ത അധ്യാപകരും ഇതേ ഫീസ് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കും ഇതേ ഫീസാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചോദ്യം ചെയ്തില്ല. അങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ടീച്ചർ ഒറ്റയ്ക്കാണ് ഇവിടുന്ന് പോകുന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ മകൾക്കും കൂടെ വേണ്ടിയിട്ട് ആദ്യത്തെ ഗഡു 1900 അടച്ചിരുന്നു. പക്ഷേ അവൾ നിർബന്ധമായിട്ടും അവൾ ജോലിയൊക്കെ ആയപ്പോൾ അവൾക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഡാൻസ് സ്കൂളിൽ നിന്ന് കുറച്ചധികം ആളുകളുണ്ടായിരുന്നു, 50-ൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ജനശതാബ്ദിയിൽ, മിക്കവാറും എല്ലാവരും ജനശതാബ്ദി തന്നെ രാവിലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോവുകയായിരുന്നു. എത്തിയപ്പോൾ ഉള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? അവിടെ എത്തി നമുക്ക് വേണ്ടി ഒന്നും അവർ ചെയ്തു തന്നിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്ക് ഒരുങ്ങാനും ഇവിടുന്ന് പോയിട്ട് അവിടെ പോയി ഫ്രഷായി ഒരുങ്ങി വരാനൊക്കെ ഞങ്ങൾ തന്നെ, നമ്മുടെ ടീച്ചർ തന്നെ അതിനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് ടീച്ചർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. നമ്മളെ ഈ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പറഞ്ഞ ഒരുങ്ങേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും നമുക്ക് വേണ്ട ഭക്ഷണം അറേഞ്ച് ചെയ്യാനും അതിനൊന്നും ഇവരാരും ഒരു തരത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല.
അത് കഴിഞ്ഞ് 2 മണിക്ക് ഞങ്ങൾ റെഡിയായി, 3 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങും എന്നാണ് പറഞ്ഞത്. 2 മണിക്ക് ഞങ്ങളുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് റെഡിയായി ഈ വേദിയിലേക്ക് വരികയാണ്. ബസ് അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ വരുമ്പോൾ 2 മണി എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര വെയിലാണ്. ഏതോ ഒരു ഗ്രൗണ്ടിനകത്ത് ബസ് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഏത് ഗ്രൗണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആകെ നമ്മുടെ കയ്യിലുള്ളത് ഇവർ ഇതിനു മുമ്പായിട്ടൊരു QR കോഡ് അയച്ചു തന്നിരുന്നു. അതിന് ആദ്യം തന്നെ ഒരു ഗൂഗിൾ ഫോം അയച്ചു തന്നിരുന്നു. അതിനകത്ത് നമ്മൾ ബാക്കി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം, പേരും അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ കൊടുക്കണമായിരുന്നു. അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയപ്പോൾ നമുക്കൊരു QR കോഡ് അയച്ചു തന്നു. അപ്പോൾ QR കോഡിൻ്റെ കോപ്പി എടുത്ത് കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞു. ആ QR കോഡിൽ നമ്മുടെ പേരും ഉണ്ട്, നമുക്കൊരു രജിസ്റ്റർ ചെയ്ത നമ്പറും ഉണ്ടായിരുന്നു. എന്നിട്ട് ടീച്ചർ തന്നെ അതിനെ നമ്മൾ പോകുന്ന എല്ലാ കുട്ടികൾക്കും അതൊരു ID കാർഡായിട്ട് നമുക്ക് തന്നു. അപ്പോൾ ആ ID കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു ആ വേദിയിലേക്ക് കടക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ റെഡിയായി അവിടേക്ക് വന്നു. അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ടീച്ചർ തന്നെ ഓടി നടന്ന്, ഒരൊറ്റ വോളണ്ടിയേഴ്സ് എവിടെയും ഇല്ല, ഒരു മനുഷ്യൻ ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഈ വന്നിറങ്ങുന്ന ആയിരക്കണക്കിന് കുട്ടികളും അവരെ കൊണ്ടുവരുന്ന ഒരു ടീച്ചറും അല്ലാതെ അവിടെ നമുക്കിതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. അവസാനം ടീച്ചർ പോയി കണ്ടുപിടിച്ചു, നമുക്ക് ഗേറ്റ് നമ്പർ 2 എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളുടെ ഒരു സാധനം അതിനകത്തേക്ക് കയറ്റാൻ പാടില്ല, വെള്ളം പോലും കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ റിഫ്രഷ്മെൻറ്റിന് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല. അപ്പോൾ നമ്മളെല്ലാവരും ചെരുപ്പ് ബസ്സിനകത്ത് ഊരിയിട്ടിട്ടാണ് നടക്കുന്നത്. റോഡാണെങ്കിൽ ഈ 2 മണി നേരത്ത് ചുട്ട് പഴുത്ത് കിടക്കുക, നടക്കാൻ വേറൊരു സ്ഥലമില്ല. അപ്പം ഞങ്ങൾ ആദ്യം ഈ ഒന്നാമത്തെ ഗേറ്റിലേക്ക് പോകുന്നത് ഈ റോഡിൽ കൂടെ നടന്ന ഇത്രയും കുട്ടികളും, ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളുണ്ട്, 7 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കളുണ്ട്, അവർ ഈ റോഡിൽ കൂടെ നടക്കണം കാലും പൊള്ളിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു അവിടെയല്ലാന്ന്. തിരിച്ച് 2ാമത്തെ അടുത്തേക്ക് വന്നു. ഒരു അറേഞ്ച്മെൻറ്റ് ഇത്രയും നർത്തകർക്ക് വെയിറ്റ് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു 3:30 കഴിയുമ്പോഴേക്കും ഇത് സ്റ്റാർട്ട് ചെയ്തു. രജിസ്ട്രേഷന് അല്ലെങ്കിൽ QR കോഡ് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തു. അത്രയും സമയം ഈ നർത്തകരെല്ലാം ഈ പൊരുവെയിലത്ത് പല കടകളുടെ ചോട്ടിലും ഒരു സംവിധാനവും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ തന്നെ നമ്മളെല്ലാവരും പരാതി പറയുന്നുണ്ട്, ഇങ്ങനെയാണോ ഇത്രയും ആയിരക്കണക്കിന് ആൾ വരുന്നിടത്ത് ചെയ്യുന്നതെന്ന് നമ്മൾ ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് QR കോഡ് സ്കാൻ ചെയ്ത് നമ്മളെ ഇതിനകത്തേക്ക് കയറ്റി വിട്ടു, സ്റ്റേഡിയത്തിനകത്തും ഒരു ആളുമില്ല, നമുക്കൊന്നും പറഞ്ഞു തരാൻ ആരും, ഒറ്റ വോളണ്ടിയേഴ്സും ഇല്ല, ഒരാളെപ്പോലും ഞാൻ കണ്ടിട്ടില്ല. ആകെ ഉള്ളത് ഈ കൂടെ വന്ന ഓരോ അധ്യാപകർ മാത്രമാണ്. അപ്പം 3 മണി, ഒരു 3:30 കഴിഞ്ഞ് 3:45 കയറി നമ്മൾ ആദ്യം നിന്ന കുട്ടികളുടെ പുറകിൽ ലൈനായിട്ട് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. കുറേ നേരം നിന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഇരുന്നു. അപ്പോൾ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 6 മണി വരെയൊക്കെ നമ്മൾ അവിടെ ഇരുന്നു. അപ്പം റിഫ്രഷ്മെൻ്റ് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ടീച്ചർമാർ പോയിട്ട് വലിയ കേസുകളിൽ ബോട്ടിൽ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചർ ദാഹിക്കുന്നു, കുറേ നേരമായല്ലോ. അപ്പോൾ ടീച്ചർ പോയി കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ ടീച്ചർ പറയുന്നത്, ഈ വന്ന ടീച്ചർമാരെല്ലാം ഒറ്റ കൗണ്ടറിൽ നിന്നാണ് വെള്ളവും ഇവർ അറേഞ്ച് ചെയ്തിരുന്നത്. ഒരു ചെറിയ ബോട്ടിൽ വെള്ളവും പിന്നെ ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റും ബിങ്കോയുടെ ഒരു കവറും, ഇതാണ്. ടീച്ചർ മാല പോലെ ടീച്ചറിൻ്റെ ദേഹത്തൂടെ ഇങ്ങനെ മാല പോലെ ഇട്ടിട്ട് വാങ്ങിച്ചുകൊണ്ട് വരിക. ഈ ഒരാളാണ് എവിടെയോ ഒരു സ്ഥലത്തൊരു കൗണ്ടറിൽ പോയി ക്യൂ നിന്ന് ഇതെല്ലാം വാങ്ങിച്ച് ഈ നർത്തകർക്ക് കൊണ്ടുവരേണ്ടത്. ഇങ്ങനെയാണോ അറേഞ്ച് ചെയ്യുന്നത്? ഇത്രയും 12,500 ആളുകളുടെ അടുത്തേക്കും ഈ ഒരു ടീച്ചറാണ് ഇത് കൊണ്ടുപോകേണ്ടത്. നമുക്ക് വെള്ളം വേണമെന്ന് പറയുമ്പോൾ കിട്ടുന്നില്ല. അത് കഴിഞ്ഞൊരു 6:30 ആയപ്പോൾ ഇവർ വന്ന് അനൗൺസ്മെൻറ്റ് തുടങ്ങി. ഭയങ്കര എക്കോ ആയിരുന്നു, നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഇവർ നിൽക്കാൻ പറയുന്ന അനൗൺസ്മെൻ്റ് ഒന്നും നമുക്ക് കേൾക്കുന്നില്ല. എങ്ങനെ നിൽക്കണമെന്നറിയില്ല, അറേഞ്ച് ചെയ്ത് നിർത്താൻ ആളില്ല. കുറേ ആളുകളിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഇവരെ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാം. ഇതൊന്നും നമ്മൾ ഈ ഉമാ തോമസ് MLA നടക്കുന്ന സംഭവം നമ്മൾ കാണുന്നില്ല. അത് കണ്ടേയില്ല. സ്റ്റേജിൽ നിന്ന് ഒരു കുറച്ചൊരു എനിക്ക് തോന്നുന്നു 500 മീറ്റർ അകലെയാണ് ഞങ്ങൾ നിന്നത്, സ്റ്റേജിന് നേരെ ഫ്രണ്ടിലല്ല. അപ്പോൾ അത് ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. നമ്മൾ ഇവിടെ കുറേ പേര് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു, ഇവരെ അവിടെ പാട്ട് ഒക്കെ നടക്കുന്നു, സ്റ്റേജിൽ പാട്ടൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു
തുടങ്ങുന്നില്ല. 6 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. 6:30 ആയിട്ടും തുടങ്ങിയില്ല. അപ്പം ഞങ്ങൾ ടീച്ചറിനോട് ചോദിക്കുന്നുണ്ട്, എന്താ തുടങ്ങാത്ത? നമ്മൾ തളർന്നു അപ്പോഴേക്കും. അപ്പോൾ ടീച്ചർ പറഞ്ഞു 7 മണിയാകുമ്പോൾ തുടങ്ങുമെന്നാണ് അനൗൺസ് ചെയ്തിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൾക്കാരൊന്നും, കുട്ടികളും ഉണ്ട്, മുതിർന്നവരും ഉണ്ട്, ആരും ലൈനപ്പ് ചെയ്തല്ല നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പെർഫോമൻസ് തുടങ്ങാൻ പറ്റുന്നില്ല, ആളുകളെ ഒരു ക്യൂവിൽ നിർത്താത്തതാണ്. അതുകൊണ്ട് ഈ ഡാൻസ് ടീച്ചേഴ്സിനെ എല്ലാവരെയും അവർ വേദിയിലേക്ക്, സ്റ്റേജിൻ്റെ അവിടേക്ക് വിളിപ്പിച്ചു. ഒരു 7 മണിയായപ്പോൾ വിളിപ്പിച്ചിട്ട് അവർക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് തുടങ്ങിയായിരുന്നു ഡാൻസ്. പിന്നെ അധികം കാലതാമസം ഉണ്ടായില്ല. എനിക്കൊന്നും അപകടം നടന്നു കഴിഞ്ഞപ്പോഴായിരിക്കും പെട്ടെന്ന് ഡാൻസ് തുടങ്ങി. 8 മിനിറ്റ് ഡാൻസ് ആയിരുന്നു. ആ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ആദ്യം ഒരു ട്രയൽ നടത്തി. അതിന് മുമ്പ് ദിവ്യ ഉണ്ണി വന്ന് പിന്നെ അതിനകത്തേക്ക് കയറിപ്പോകുന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ അവരെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഡാൻസ് ട്രയൽ കഴിഞ്ഞു. അടുത്ത ഡാൻസ് 8 മിനിറ്റ് ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞു. 8 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തളർന്നുപോയി. അപ്പം നമുക്ക് വെള്ളമൊന്നുമില്ല. അപ്പം ഞങ്ങളെല്ലാം വെള്ളം ചോദിക്കുന്നുണ്ട് ടീച്ചറിൻ്റെ അടുത്ത്. വെള്ളം കിട്ടണമെങ്കിൽ വീണ്ടും ടീച്ചർ പോയി ക്യൂ നിന്ന് അവിടുന്ന് വാങ്ങിച്ച് ഇത്രയും അകലെ കൊണ്ടുവന്ന് തരണം. അപ്പം ആരുടെയൊക്കെയോ കിട്ടിയതൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. പിന്നെ ഈ അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോഴും പാട്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു വേദിയിൽ. ഇതെല്ലാം നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ടും അവിടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് സ്റ്റേജിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഈ 11:15 ട്രെയിൻ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ പവിലിയനിൽ കൂടെ മറ്റേ 2 പിന്നെ ഗേറ്റേ ഉള്ളൂ. അപ്പോൾ 2 ഗേറ്റിലും കൂടി ഇവരുടെ പ്രോഗ്രാം നിർത്തി കഴിഞ്ഞാൽ 2 ഗേറ്റിലും കൂടെ ആളിറങ്ങാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പവിലിയനിൽ കയറി VIP എൻട്രി വഴി പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും തന്നെ ഫുള്ള് ക്രൗഡ് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. പിന്നെ നമുക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. ബസ് കിടക്കുന്നത് എവിടെയാണെന്നറിയില്ല. സംഘാടകർ ബസ്സൊന്നും തന്നില്ല. നമ്മളൊരു ബസ്, ടീച്ചർ ഒരു ബസ് അറേഞ്ച് ചെയ്തിരുന്നു. അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വന്നു. ടീച്ചർ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വേണ്ടി ടീച്ചർ അറേഞ്ച് ചെയ്തതല്ലേ. അപ്പം ബസ്സിനും സ്കൂളിനും ഒക്കെ പേയ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ എക്സ്ട്രാ കൊടുത്തതാണ്. അപ്പോൾ ആ ബസ് എവിടെയോ കിടപ്പുണ്ട്. ആ ബസ്സിലേക്ക് പോകാൻ നമ്മുടെ കയ്യിൽ മൊബൈലില്ല, ഒരു സാധനമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കൈ പിടിച്ചിട്ടാണ് എല്ലാ ടീമും, ചെറിയ കുട്ടികളെയൊക്കെ അധ്യാപകർ കൈ പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഒരു വോളണ്ടിയേഴ്സും നയിക്കാനില്ല. രാത്രിയാണ്, ഒരു 8:45 9 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ കൈ പിടിച്ച് പോകുമ്പോൾ ആ ലൈൻ ബ്രേക്ക് ചെയ്യാൻ അധ്യാപകർ സമ്മതിക്കില്ല. കാരണം ലൈൻ ബ്രേക്ക് അടുത്ത കൂട്ടം ആളുകൾ വരുമ്പം ചിന്നിച്ചിതറിപ്പോവും. അപ്പം ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ നടക്കുമ്പോൾ ഒരു കുഞ്ഞു പിള്ളേരുടെ ഒരു ലൈൻ വന്നു. അപ്പം ഞാൻ കൈ വിട്ട് കൊടുത്തു ഈ ലൈന് കയറിപ്പോവാനായിട്ട്. കൈ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെ വന്നവരെ കാണാതെയായി. ഞാൻ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. ഞാൻ അവിടെ മൊത്തം ഒരു 1/2 മണിക്കൂർ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. എങ്ങനെ എനിക്ക് എവിടെ പോകണമെന്നറിയില്ല, ഏത് സ്ഥലത്തേക്ക് പോകണമെന്നറിയില്ല, കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, ആരെയും കാണുന്നില്ല വെച്ചാൽ എൻ്റെ കൂടെയുള്ള ആരെയും കാണുന്നില്ല. ബസ് എവിടെയാണ് കിടക്കുന്നതെന്നറിയില്ല. അപ്പം ഒരു 3 പോലീസുകാർ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അവരെ മാത്രം ഞാൻ അവിടെ പോലീസായിട്ട് കണ്ടിട്ടുള്ളൂ. വോളണ്ടിയേഴ്സിനെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പോലീസുകാരോട് ചോദിച്ചു, അവർക്കറിയില്ല. 10 11 ഗേറ്റിൻ്റെ അടുത്ത് ഉള്ള ഗ്രൗണ്ടിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ 10 11 ഉള്ള ഗേറ്റ് എവിടെയാണെന്ന് അവരോട് ചോദിച്ചിട്ട് അവർക്കതറിയില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഡാൻസ് ടീച്ചറിൻ്റെ ഫോൺ നമ്പർ കാണാതെ പഠിച്ചു വെച്ചിരുന്നു. അങ്ങനെ വഴി സൈഡിൽ നിന്ന് ഞാൻ പലരുടെയിൽ നിന്നും ഫോൺ വാങ്ങിച്ച് ഞാൻ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച് അങ്ങനെ ഒരു കടയുടെ പേര് പറഞ്ഞ് ആ കടയുടെ മുന്നിലേക്ക് ആ കട കണ്ടുപിടിക്കാൻ എനിക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഈ ക്രൗഡിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു കട കണ്ടുപിടിക്കാമെന്ന്. എങ്ങനെയോ ചോദിച്ച് ആ കടയുടെ ഫ്രണ്ടിലെത്തി. അവിടേക്ക് ഡാൻസ് ടീച്ചർ വന്നിട്ട് അങ്ങനെയാണ് എനിക്ക് പിന്നെ ഇതിനകത്തേക്ക് കയറാൻ പറ്റിയത്. ഡ്രസ്സിങ് റൂം സംവിധാനങ്ങളൊക്കെ അവർ ഏർപ്പെടുത്തിയിരുന്നോ? ഒരു സംവിധാനവും ഏർപ്പെടുത്തിയില്ല. ഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്കൂള് ടീച്ചർ അറേഞ്ച് ചെയ്യായിരുന്നു. ആ സ്കൂള് നമുക്ക് 4 റൂം തുറന്നു തന്നു. അതിന് ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്കൂളിന് 25,000 രൂപയാണ് അവർ വാങ്ങിയത് 4 റൂം തുറന്നു തന്നെ. അത് കുറേ അകലെയുള്ളൊരു സ്കൂളാണ്. ഞാൻ സ്ഥലത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി. ഒരു സംവിധാനവും അവിടെ ചെയ്തു തന്നിട്ടില്ല. നമ്മൾ ആ ഗ്രൗണ്ടിൽ പോയി ഇരുന്നു, പെർഫോം ചെയ്തു, തിരിച്ചു പോന്നു. നമ്മൾ തന്നെ പോയി, നമ്മൾ തന്നെ പെർഫോം ചെയ്തു, നമ്മൾ തന്നെ ലൈനപ്പ് ചെയ്തു. നമ്മുടെ ടീച്ചർ മാത്രം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു.
ആ ഒരാൾ വിചാരിച്ചാൽ ഇപ്പം 100-ൽ കൂടുതൽ കുട്ടികളെ കൊണ്ടുവന്ന അധ്യാപകരുണ്ടായിരുന്നു. അപ്പം ടീച്ചർ വരുന്നത് ഇങ്ങനെയാണ്, നമുക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് ടീച്ചർ വരുന്നത് ഒരു വലിയ പെട്ടി, അതിൻ്റെ ടീച്ചറിൻ്റെ മുഖം പോലും കാണാൻ വയ്യ, മാല പോലെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന, നമ്മളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പോൾ കുട്ടികൾ ഇരിക്കുന്നിടത്തേക്ക് സാധനങ്ങൾ നമ്മൾ എത്തിക്കുക ചെയ്യണത്. അപ്പോൾ ഭയങ്കര ഒരു തരത്തിലും റെസ്പോൺസിബിളായിട്ടുള്ള ഒരു രീതിയിലല്ല അത് ചെയ്തത്. ഭയങ്കര ഇറസ്പോൺസിബിളായിരുന്നു. നമ്മുടെ സുരക്ഷയ്ക്ക് അന്ന് ഞാനത് മിസ് ചെയ്ത് പോയ സ്ഥലത്ത് നിന്ന് എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല. ഒരു കുട്ടിയായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എനിക്ക് ആ ഫോൺ നമ്പർ അറിയാൻ പാടില്ലായിരുന്നു, കാണാൻ അറിയാൻ പാടില്ല. ഞാൻ ഒരിക്കലും അവരെ കണ്ടുപിടിക്കില്ല, ആരെടുത്ത് പോയി പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ ജീവനോടെ രക്ഷപ്പെട്ട് വന്നത് എന്തോ ഭാഗ്യമുള്ളത് കൊണ്ടാണ്. അതിനകത്ത് പോയ ആളുകൾക്ക് ഒരു അപകടം ഉണ്ടാകാതെ വന്നത് അവർക്കെന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമാണ്.